ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 11-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം മോശെയോട് പറഞ്ഞു, കടിഞ്ഞൂൽ സംഹാരം ഞാൻ നടത്തും. അപ്പോൾ ഫറവോൻ ഇനി നിങ്ങളെ വിട്ടയക്കും. ഇത് കൊട്ടാരം മുതൽ കുടില് വരെ മൃഗങ്ങളുടെയും എല്ലാം ആദ്യജാതൻ മരിക്കുന്ന സാഹചര്യമുണ്ടാവും. അതിനുശേഷം അത് എങ്ങനെയാണ് നിങ്ങൾ ആ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതെന്നുള്ളതിന് ദൈവം കൊടുക്കുന്ന നിർദ്ദേശമാണ് 12-ാം അധ്യായം. ഇത് ഇനിയും ഈ 12-ാം അധ്യായത്തിൽ പറയുന്നതായ ക്രമീകരണം നിങ്ങൾ തലമുറയായി അത് ആചരിക്കണം. അത് നിങ്ങൾ വാഗ്ദത്ത നാട്ടിൽ ചെന്നാലും അപ്രകാരം നിങ്ങൾ ആചരിക്കണമെന്ന് യഹോവയായ ദൈവം അവരോട് പറയുന്നു. ഇതാണ് പെസഹ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. പാസ് ഓവർ, കടന്നുപോക്കെന്നാണ് ആ വാക്കിനർത്ഥം. യഹോവയായ ദൈവം മോശയോട് പറയുന്നു, ആണ്ടിൻ്റെ 1-ാം മാസം 10-ാം തീയതി എല്ലാ വീടുകളിലും ഒരു ആട്ടിൻകുട്ടിയെ നിങ്ങൾ വേർതിരിക്കണം. ആട്ടിൻകുട്ടിയെ വേർതിരിക്കുമ്പോൾ അതിന് 1 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. അത് ആണായിരിക്കണം. അത് ഊനമില്ലാത്തതായിരിക്കണം. ചെമ്മരിയാളിൽ നിന്നോ കോലാളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് അതിനെ വേർതിരിക്കാം. ഒരാടിനെ ഒരു ഭവനത്തിലുള്ളവർക്ക് എല്ലാവർക്കും കൂടി ഭക്ഷിച്ച് തീർക്കാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഭവനത്തിലുള്ള ആളുകളുമായി നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാവുന്നതാണ്. കാരണം അതിൻ്റെ മാംസം പിന്നെ മിച്ചം വരാൻ പാടില്ല. അതുകൊണ്ട് അപ്രകാരം അത് ഭക്ഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ ചെയ്യണം. 10-ാം തീയതി ആ ആടിനെ വേർതിരിച്ച് നിർത്തണം മറ്റാടുകളിൽ നിന്ന്. 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇത് നമ്മുടെ കർത്താവ് 30-ാം വയസ്സിൽ പരിശുദ്ധ ശുശ്രൂഷ ആരംഭിച്ച് ഏകദേശം 4 വർഷത്തോളം 4 വർഷത്തിനടുത്തായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ പരസ്യമായ ശുശ്രൂഷ. അതിനെ സൂചിപ്പിക്കുന്നതായ പിതാക്കന്മാർ അതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. 14-ാം തീയതി സന്ധ്യാസമയത്താണ് നിങ്ങൾ അതിനെ അറുക്കേണ്ടത്. സന്ധ്യ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ദിവസത്തിൻ്റെ അന്ത്യവും യഹൂദനെ സംബന്ധിച്ച് മറ്റൊരു ദിവസത്തിൻ്റെ ആരംഭവുമാണ്. സന്ധ്യ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ യുഗത്തിൻ്റെ അവസാനവും കൃപായുഗത്തിൻ്റെ ആരംഭവുമായി നമ്മളിതിനെ കാണാവുന്നതാണ്. യേശുവിൻ്റെ കാൽവറി യാഗത്തോടുകൂടി ന്യായപ്രമാണ യുഗം അവസാനിക്കുകയും മറ്റൊരു യുഗം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിഴലായി ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. എന്നിട്ട് ആടിനെ കൊന്നിട്ട് അതിൻ്റെ രക്തം കുറേ നിങ്ങൾ എടുത്തിട്ട് കട്ടിളപ്പൊടിമേലും നിങ്ങളുടെ കുറുമ്പൊടിമേലും ഈസോപ്പ് തണ്ടുകൊണ്ട് അതിനെ നിങ്ങൾ തളിക്കണം. ഈസോപ്പ് എന്ന് പറയുന്നത് അന്ന് ആ നാട്ടിൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ സസ്യമാണ്. അതിൻ്റെ ആ ഇലകൾ കൊണ്ട് വേണം ഈ രക്തം അത് തളിക്കുവാൻ. ഇത് നമ്മുടെ കർത്താവിൻ്റെ രക്തത്താൽ സകല ജാതികളും സകല മനുഷ്യരും രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ സൂചനയായി പഴയ നിയമത്തിൽ ഇത് സംഭവിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ ഒരു നിഴലായും ഇതിനെ നമുക്ക് ഇനി കാണാവുന്നതാണ്. പിന്നെ അവർ കൊടുക്കുന്നതായ നിയമം ഇതാണ്: ഈ മാംസം തീയിൽ ചുട്ടതായിരിക്കണം. അത് വെള്ളത്തിൽ പുഴുങ്ങിയതോ പച്ചയ്ക്കോ ഭക്ഷിക്കാൻ പാടില്ല. വിശുദ്ധ കുർബാനയുടെ അപ്പം നമ്മൾ ചുട്ടാണ് എടുക്കുന്നത്. അത് പുഴുങ്ങിയോ മറ്റു രീതിയിലോ അല്ല. അതോടൊപ്പം നിങ്ങൾ അതിനോട് ചേർന്ന് ഭക്ഷിക്കേണ്ടത് പുളിപ്പില്ലാത്ത അപ്പമാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിന് രുചിയില്ല. പുളിപ്പിക്കുന്ന അപ്പത്തിനാണ് ഏറെ രുചിയുള്ളത്. പുളിപ്പ് പാപത്തെ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പാപകരമായ ജീവിതമാണ് ജഡസംബന്ധമായി ചിന്തിക്കുമ്പോൾ ജഡത്തിന് സുഖവും സന്തോഷവും ഒക്കെ നൽകുന്നത്. അതിൽ നിന്ന് പാപകരമല്ലാത്തൊരു ജീവിതം ലോകസംബന്ധമായി ചിന്തിക്കുമ്പോൾ അത്ര സുഖകരമായി നമുക്ക് തോന്നുകയില്ല. അതുകൊണ്ട്
പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഭക്ഷിക്കണമെന്നുള്ളതാണ്. പിറ്റേ ദിവസത്തേക്ക് അത് ശേഷിപ്പിക്കരുത്. അങ്ങനെ ശേഷിപ്പ് വന്നാൽ അത് അഗ്നിയിൽ കത്തിച്ച് കളയണം. വിശുദ്ധ കുർബാനയിൽ നമ്മൾ അപ്രകാരമാണ് ചെയ്യുന്നത്. ആളുകൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്നാൽ നമ്മളത് പിന്നീട് അഗ്നിയിലത് കത്തിക്കുകയാണ് അത് ചെയ്യുന്നത്. അത് ഭക്ഷിക്കേണ്ട രീതി അരകെട്ടി അത് ചെരുപ്പിട്ട് വടി പിടിച്ച് വളരെ കയ്പ് ചീരയോടുകൂടി തിടുക്കത്തോടുകൂടി അത് ഭക്ഷിക്കണം. കയ്പ് ചീര പീഡാനുഭവത്തെ, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ യാത്രയ്ക്ക് എപ്പോഴും ഒരുങ്ങി നിൽക്കുന്ന ആ രീതിയിൽ വേണം അത് ഭക്ഷിക്കുവാൻ. കാരണം അന്ന് രാത്രി നിങ്ങളെ അവിടെ നിന്ന് വിടുവിക്കാൻ പോകുകയാണ്. അന്ന് രാത്രി കടിഞ്ഞൂൽ സംഹാരകൻ വരും. സംഹാരദൂതൻ മിസ്രൈമിലെ എല്ലാ ഭവനങ്ങളിലും പ്രവേശിച്ച് ആദിജാതന്മാരെ വധിക്കും. എന്നാൽ ഈ രക്തം പുരണ്ടതായ കട്ടളപ്പടിമേൽ ഈ രക്തത്തിന് അടയാളമുള്ള ഒരു ഭവനത്തിലും അവൻ പ്രവേശിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെയും കുടുംബങ്ങളിൽ ആ പുരോഗതാശയിൽ നമ്മൾ കുരിശടയാളം കട്ടളപ്പടിമേൽ നമ്മൾ വരയ്ക്കുന്നത് ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. ഇനി ഇത് നിങ്ങൾ തലമുറയായി നിങ്ങളിത് ആചരിക്കേണ്ടതായിട്ടുണ്ട്. മിസ്രൈമിൽ നിങ്ങൾ ഇനിയും മിസ്രൈമിൽ നിന്ന് കനാനിൽ ചെന്നാലും ഇത് ആചരിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, അത് ആചരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് ലഭിച്ച അത്ഭുതകരമായ വിടുതലിനെ കുറിച്ച് തലമുറകളോട് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ വായിക്കുന്നു, അന്ന് രാത്രി സംഹാരദൂതൻ വന്നു. ഫറവോൻ്റെ ആ കുടുംബം മുതൽ കുടിൽ വരെ ആദിജാതന്മാരൊക്കെ സംഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ആ സംഹാരം നടക്കാത്ത ഒരു ഭവനവുമില്ലായിരുന്നു. എന്നാൽ രക്തത്തിൻ്റെ അടയാളമുണ്ടായിരുന്ന ഇസ്രായേൽക്കാരൻ്റെ ഒരു ഭവനത്തിലും സംഹാരദൂതൻ പ്രവേശിച്ചില്ല എന്നുള്ളതാണ്. ഇനിയും നമുക്ക് അവിടെ നിന്ന് യാത്ര പോകുമ്പോൾ പുരുഷന്മാർ മാത്രം 6 ലക്ഷത്തിൽ പരം ആളുകൾ ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നു. ഇപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൂടെ കൂട്ടുമ്പോൾ എങ്ങനെയായാലും ഒരു 10, 22, 24 അല്ലെങ്കിൽ ഒരു 25 ലക്ഷം ജനങ്ങളെങ്കിലും ഒന്നിച്ചാണ് അവിടെ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. ഈ 400 വർഷം കൊണ്ട് 70 പേര് ഇത്രയും ജനങ്ങളായി അവിടെ വർദ്ധിച്ചു പെരുകി. നമ്മൾ വായിക്കുന്നവർ അവരെ പീഡിപ്പിക്കും തോറും അവർക്ക് ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ്. അധ്വാനിക്കുന്നവന് അവന് നല്ല ആരോഗ്യമുള്ളവനാണ്, അവന് മക്കൾ കൂടുതൽ ജനിക്കുക സ്വാഭാവികമാണ്. അപ്പം അത് ആ രീതിയിൽ ദൈവം അവരെ വളരെയേറെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ പെസഹായ്ക്ക് ചില ചട്ടങ്ങളുണ്ട്. അത് അന്യജാതിക്കാർ ഭക്ഷിക്കാൻ പാടില്ല. നമുക്കും ക്രിസ്ത്യാനികൾക്ക് മാത്രമേ വിശ്രവാൻ അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. അന്യജാതിക്കാരനത് ഭക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ പരിച്ഛേദനയേറ്റവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്നാനമേറ്റവർക്ക് മാത്രമേ അത് ഭക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വീട്ടിൽ വെച്ച് തന്നെ അത് ഭക്ഷിക്കണം. പള്ളിയിൽ വെച്ചാണ് നമ്മളത് ഭക്ഷിക്കുന്നത്. ഇവിടെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ മാത്രം പരിച്ഛേദനയേറ്റാൽ മതി, അവൻ്റെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അത് ഭക്ഷിക്കാം. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. സ്നാനം എല്ലാവർക്കും വ്യത്യസ്തമാണ്. കാരണം ഓരോ വ്യക്തിയും യേശുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കണം എന്നുള്ളതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അപ്രകാരം ഒരു കാര്യം സഭ ക്രമീകരിക്കുവാനുള്ളതായ കാരണവും അതുതന്നെയാണ്. അപ്പോൾ ഈ പെസഹ ആചരണത്തെക്കുറിച്ചാണ്, അത്ഭുതകരമായ അവരുടെ വിടുതലിനെ കുറിച്ചാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളിലൂടെ കർത്താവിൻ്റെ ജീവിതവുമായി ഇതിൽ ഒരുപാട് താരതമ്യമുണ്ട്. അന്ത്യ-അത്താഴത്തിൽ കർത്താവ് പെസഹ കഴിച്ചതിൻ്റെ ഇവിടെ വെച്ച് അത് പൂർത്തീകരിച്ച് പിന്നെ പുതിയ നിയമ പെസഹായിലേക്ക് കർത്താവ് നമ്മളെ വഴി നടത്തുകയാണ് ചെയ്തത്. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമ്മുടെ സഭയുടെ ആരാധനക്രമത്തെയും ഒക്കെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വേദഭാഗം വായിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുഖദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.